വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് പറയാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനായി മറ്റാരും തയ്യാറായില്ലെങ്കിലും കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് തലസ്ഥാനത്ത് അത് ഏറെ ചർച്ചയാവുകയാണ്, ഏറെ ശ്രദ്ധ നേടുകയാണ്. സാധാരണ കോൺഗ്രസിലെ പൊതുവെ പറയുന്നത് സീറ്റിനു വേണ്ടി പിടിവലിയാണ്, കസേര വലിച്ചിടുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ പറയാണ്. പക്ഷെ ഇപ്പോ അതെല്ലാം വളരെ വ്യക്തമായ ഒരു ധാരണയോടുകൂടിയും ഒരു മുൻവിധിയോടുകൂടിയും സജ്ജമായി കഴിഞ്ഞു കോൺഗ്രസ് എന്ന് തന്നെ വേണം നമുക്ക് പറയാം തലസ്ഥാനത്ത്. അപ്പോൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന വാർത്ത അനുസരിച്ച് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെ വളരെ ശക്തരായ സ്ഥാനാർത്ഥി KS ശബരിനാഥനെ പോലെ കരുത്തനായ ഒരു നേതാവിനെ തന്നെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു അവിടെ. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ തലസ്ഥാനത്തിൽ കോൺഗ്രസ് സേഫ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ചില രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് പഴയ ചില നേതാക്കന്മാർ, അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവരെല്ലാം ഒന്ന് ഒതുങ്ങി അവരെല്ലാം തിരികെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമാകാൻ പോവുകയാണ് എന്നൊരു വാർത്ത, ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, അഥവാ അങ്ങനെ അവരെല്ലാം ഈ പ്രവർത്തന മണ്ഡലത്തിലേക്ക് വന്നു, ചിലപ്പോൾ സ്ഥാനാർത്ഥികളായിട്ടോ അല്ലെങ്കിൽ പ്രചാരകരായിട്ടോ. ഇപ്പം കെ മുരളീധരന്റെ പ്രചാരണം അദ്ദേഹത്തിന്റെ ചുമതല അദ്ദേഹം ഈ രംഗത്തിലേക്ക് വന്നപ്പോ തന്നെ തിരുവനന്തപുരം ആകെ ഒന്ന് ഇളകി. അതായത് കോൺഗ്രസിന് ഒരു നവജീവൻ തന്നെ വെച്ചു എന്ന് തന്നെയാണ് നമുക്ക് തലസ്ഥാനത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ പഴയ ശക്തരായ നേതാക്കന്മാർ പലരും രംഗത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ് അടിമുടി മാറുകയല്ലേ ഉണ്ടാവുക. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിന്റെ റിഫ്ലക്ഷൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ പറ്റും.